കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മളോട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചില എൻക്വയറീസിനുള്ള ഉത്തരമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട എൻക്വയറി എന്ന് പറയുന്നത് 2 എൻക്വയറീസ് ആയിരുന്നു. ഒന്നെന്ന് പറയുന്നത് ഒരു ഹസ്ബൻഡ് വന്നിട്ട് പറയാണ്, ഡോക്ടറെ വൈഫിന് തീരെ താല്പര്യമില്ല എന്നോട്, ഏത് രീതിയിലും നമ്മൾ സമീപിച്ചു കഴിഞ്ഞാലും ആൾക്ക് സെക്സിനോട് താല്പര്യമില്ല, അതിനെന്തെങ്കിലും ഒരു മരുന്ന് കൊടുക്കുമോ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആൾക്ക് പറയാനറിയില്ല. അതായത് ആൾ പറയുന്നത് താല്പര്യമില്ല, അല്ലാതെ വേറൊരു കാരണം ഞാൻ അതിൽ കാണുന്നില്ല, വേറൊരു പ്രശ്നങ്ങൾ ഞങ്ങൾ തമ്മിലില്ല, ഇടയ്ക്കെപ്പോഴെങ്കിലും അടി കൂടും, അത് പിന്നെ അങ്ങനെ സോൾവ് ആവുന്നതാണ് എന്ന് പറയാറുണ്ട്. പക്ഷെ ഇത് എന്തുകൊണ്ട് എന്നുള്ളത് ഇതുവരെ ഹസ്ബൻഡിന് ഒരു ക്ലൂ കിട്ടിയിട്ടില്ല. രണ്ടാമത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് വൈഫായിരുന്നു. അതിൽ ഭാര്യയായിരുന്നു എന്നെ വിളിച്ചത്. ഭാര്യ പറഞ്ഞു, ഡോക്ടറെ ഞങ്ങൾ തമ്മിലുള്ള കല്യാണം കഴിഞ്ഞിട്ട് 4-5 വർഷമായി, ഇതുവരെ ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടേ ഇല്ല. ആൾക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടോ ചോദിച്ചാൽ ഉണ്ടാവുമായിരിക്കും, ഞാൻ നിർബന്ധിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്യും എന്നല്ലാതെ ആൾ എൻ്റെ അടുത്തേക്ക് വരുന്നേ ഇല്ല. വന്നു കഴിഞ്ഞാൽ തന്നെ ആ ഒരു ഒന്നെങ്കിൽ പെട്ടെന്ന് ഉദാഹരണം ഇടയിൽ വെച്ചിട്ട് പോവും, അല്ലെങ്കിൽ ഈ ഒരു പറഞ്ഞ പ്രീമച്വർ ഇജാക്കുലേഷൻ എന്ന് പറയുന്ന സ്ഖലനം പെട്ടെന്ന് പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇതിന് ഞാൻ എന്താ ഡോക്ടറെ ചെയ്യേണ്ടത്? ആൾക്ക് വേറൊരു പ്രശ്നവുമില്ല, ഞാൻ എല്ലാം ടെസ്റ്റ് ചെയ്യിപ്പിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ചില സമയത്ത് നോക്കുകയാണെന്നെങ്കിൽ ആൾക്ക് ഉദാഹരണം തന്നെ വരുന്നില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ. അപ്പം ഇതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ശരിക്കും വൈഫിന് അല്ലെങ്കിൽ ഹസ്ബൻഡിന് പ്രശ്നമുണ്ടോ, ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണമാണോ ഇവർക്ക് ഇതിൽ താല്പര്യം ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് ഈ വൈഫിനും ഹസ്ബൻഡിനും അവരുടെ ലൈഫിൽ, അവരുടെ ലൈംഗിക ജീവിതത്തിൽ ഇങ്ങനൊരു പോരായ്മകൾ വന്നത് എന്നുള്ളതും ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും, എങ്ങനെ അത്രയും നല്ല ഒരു ലൈംഗിക ജീവിതം ആസ്വദിക്കാൻ അല്ലെങ്കിൽ നല്ലൊരു ലൈംഗിക ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ പറയാനുള്ളത്, നമ്മൾ ഒരു ലൈംഗിക ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഇതിൽ ആദ്യം നോക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളതാണ്. നിങ്ങളൊരു ഹസ്ബൻഡ് ആണെങ്കിൽ, നിങ്ങളൊരു വൈഫാണെങ്കിൽ, നിങ്ങൾ തമ്മിലുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് കാര്യങ്ങൾ നോക്കി കാണേണ്ടത് എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ പറയാനുള്ളത്, ഈ ഒരു ലൈംഗികതയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ബന്ധപ്പെടാൻ നിൽക്കുന്നതിന് മുന്നേ മ്യൂച്വൽ കൺസെൻറ്റ് ഉണ്ടാവുക എന്നുള്ളതാണ്. അതായത് 2 പേർക്കും താല്പര്യം അതിലുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു, ഡോക്ടറെ എനിക്ക് ബന്ധപ്പെടാൻ ഒട്ടും താല്പര്യമില്ല, ഞാൻ ശാരീരികമായിട്ട് ഭയങ്കര ടയേർഡാണ്, ഭയങ്കര ക്ഷീണിതയാണ്, പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് അത് ഡെയിലി വേണം എന്നുള്ളൊരവസ്ഥയാണ്. ഇതിന് ഞാൻ എങ്ങനെ തരണം ചെയ്യുന്നത് എനിക്കറിയില്ല, ഹസ്ബൻഡിനോട് നോ പറയാൻ എനിക്ക് അറിയില്ല, വേണ്ടാന്ന് പറഞ്ഞ് ആ ഒരു രീതിയിലേക്ക് പറയാൻ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞത്, എനിക്കിത് വേണം, ഞാൻ പുറത്തൊരു സ്ത്രീയുമായിട്ട് മോശമായിട്ട് പെരുമാറിയിട്ടില്ല, പക്ഷേ അവൾ ഒരിക്കലും നിർബന്ധിച്ചിട്ടില്ല. നിങ്ങൾ ഡോക്ടറെ തന്നെ ചോദിച്ചു നോക്കൂ, ഞാൻ എൻ്റെ വൈഫിനെ ഒരിക്കലും നിർബന്ധിച്ചിട്ടില്ല. അവൾ ആദ്യത്തിലൊരു വേണ്ടായ്മ കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും പോകെ പോകെ അവൾ അതിൽ ഓക്കെയാണ് എന്നുള്ളത്. പക്ഷെ ഇതിലൊന്ന് പറയാനുള്ളതൊന്ന് നിങ്ങൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ, നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് തന്നെ നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അതിനെ വല്ലാണ്ട് പ്രഷറൈസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. കാരണം കാലക്രമേണ ഈ പറയുന്ന രീതിയിൽ തന്നെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അതായത് ഒരാൾ ഇനിയിപ്പോൾ അത് നേരെ തിരിച്ച് ഹസ്ബൻഡിനോട് നിർബന്ധിച്ചിട്ടാണ് അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ പോകെ പോകെ അത് ആൾ ഒരു രീതിയിലൊക്കെ ഓക്കെ ആവുകയാണ് എന്നുണ്ടെങ്കിൽ, കാലക്രമേണ ഇത് പോകുമ്പം ഞാൻ എന്തിനാണ് നിന്ന് കൊടുക്കേണ്ടി വരുന്നത്, ഞാൻ എൻ്റെ വാക്കിനൊരു വിലയില്ലേ, എൻ്റെ ഇമോഷൻസിന്, എൻ്റെ ടയേർഡ്നെസ്സിന്, ഞാൻ ക്ഷീണിക്കുമ്പം ഇവിടെ ഒന്നും ഇതാരും കാണുന്നില്ലേ എന്നുള്ള രീതിയിലുള്ള ആ ഒരു മെൻ്റൽ ഫ്രസ്ട്രേഷൻ, ആ മാനസികമായിട്ടുള്ളൊരു വീർപ്പ് മുട്ടൽ സ്വാഭാവികമായിട്ടും ഹസ്ബൻഡിൻ്റെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ മനസ്സിലാണെങ്കിലും ഭാര്യയുടെ മനസ്സിലാണെങ്കിലും അതുണ്ടാവും. അപ്പം നിർബന്ധമായിട്ട് അത് ആദ്യം തന്നെ നോ ആണ് എന്നുണ്ടെങ്കിൽ അതൊരു നോ ആണ്. അതല്ല നിങ്ങൾ ഒരു രീതിയിൽ നിങ്ങൾ ഓക്കെ ആണ്, ഓൾറെഡി നിങ്ങൾ 2 പേരും ആ ഒരു രീതിയിലേക്ക് ഓക്കെ ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോവുക. 2 എന്ന് പറയുന്നത് ഓപ്പൺ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ തുറന്നു പറയുക എന്നുള്ളതാണ്. കാരണം പലപ്പോഴായിട്ട് പറയാറുണ്ട്, എൻ്റെ വൈഫിനോടൊന്നും ഞാനിത് പറയാറില്ല, വൈഫിൻ്റെ അടുത്തൊന്നും ഇത് പറയാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം എനിക്കില്ല, അല്ലെങ്കിൽ ഹസ്ബൻഡിനോട് ഇതൊന്നും പറയാറില്ല, എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇഷ്ടമാണ്, പക്ഷേ ഹസ്ബൻഡ് എനിക്കിതൊന്നും ചെയ്തു തരാറില്ല എന്നുള്ള സാഹചര്യങ്ങൾ. അപ്പം ഇതിലെന്താ പറയേണ്ടതെന്ന് വെച്ചാൽ, അതേപോലെ ചില എൻക്വയറീസ് വരാറുണ്ട്, ഡോക്ടറെ എൻ്റെ വൈഫിനെ ഞാൻ എങ്ങനെയാണ് തൃപ്തിപ്പെടുത്തുക എന്നുള്ളത്. ഇതിൽ നമ്മളല്ല ഇതിന് ഉത്തരം തരേണ്ടത്. ഇതിൽ മെയിനായിട്ട് പറയേണ്ടത്, ഓരോ പെണ്ണും ഓരോ പുരുഷനും
ഡിഫറെൻ്റ് ആണ്. നിങ്ങൾ ഒരാളും ഒരേപോലെ അല്ല കാണാൻ. അതേപോലെ തന്നെ നിങ്ങളുടെ സ്വഭാവത്തിൽ വ്യത്യാസങ്ങളുണ്ട്, നിങ്ങളുടെ ഇഷ്ടത്തിലും അനിഷ്ടത്തിലും ഒക്കെ വ്യത്യാസങ്ങളുണ്ട്. അപ്പം ഓരോരുത്തർക്ക് എന്താണ് ഇഷ്ടം എന്നുള്ളത്, ഇപ്പം നിങ്ങൾ ഒരു ഹസ്ബൻഡ് ആണെന്നുണ്ടെങ്കിൽ വൈഫിൻ്റെ ഇഷ്ടം എന്താണെന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കുകയും വൈഫ് ഹസ്ബൻഡിൻ്റെ ഇഷ്ടം ചോദിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നുള്ളത് വളരെ നിർബന്ധമാണ്. കാരണം ചില കേസുകളിൽ പറയാറുണ്ട്, ഡോക്ടർ എനിക്കിത് തീരെ താല്പര്യമില്ല, എനിക്ക് ഓറൽ കൊടുക്കുന്നത് താല്പര്യമില്ല, പക്ഷേ എൻ്റെ ഹസ്ബൻഡിനെ എന്നെ നിർബന്ധിക്കുന്നതുകൊണ്ട് ഞാൻ സഹി കെട്ടിട്ടാണ് അത് ചെയ്യാറുള്ളത്. ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ എനിക്ക് ആളോട് വെറുപ്പ് വന്നു തുടങ്ങി എന്നുള്ളത്. അപ്പം ആ രീതിയിൽ തന്നെ തിരിച്ചും ഉണ്ടാവാറുണ്ട്. അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ തമ്മിലുള്ള പ്രോപ്പറായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുക, അത് സാഹചര്യം മൂലം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അതല്ലാതെ ഇങ്ങനെ അങ്ങനെ ഡോമിനൻ്റ് ആക്കിയിട്ട്, അല്ലെങ്കിൽ ഞാനാണ് ഇവിടെ അധികാരി എന്നുള്ള രീതിയിൽ ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ലൈംഗിക ജീവിതത്തിലാണ് നിങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിൽ ഒരു രീതിയിലും ഒരു കാര്യവും ഒരു സ്മൂത്തായിട്ടുള്ള രീതിയിലും മുന്നോട്ട് പോവുകയില്ല. മറ്റൊന്നെന്ന് പറയുന്നത് പേഴ്സണൽ ബൗണ്ടറീസ് സെറ്റ് ചെയ്യണം. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇഷ്ടങ്ങൾ എന്താണ് അനിഷ്ടങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനോട് നിങ്ങൾ പൊരുത്തപ്പെട്ടു പോവുക എന്നുള്ളതാണ്. കാരണം പലപ്പോഴും അത് ഒന്നെങ്കിൽ അതൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലേക്ക് പോവാറുണ്ട്, അല്ലെങ്കിൽ ഇവർ തമ്മിൽ തന്നെ ചില കേസുകൾ പറയാറുണ്ട്. പല ആളുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു കൗൺസിലിംഗ് കേസ് ഉണ്ടായിരുന്നു ലാസ്റ്റ്. അവർ പോൺ വീഡിയോസിൽ കണ്ട പല കാര്യങ്ങളും വൈഫിൻ്റെ അടുത്ത് ട്രൈ ചെയ്തു പോയി. ഡോക്ടറെ, അതിനാൽ എൻ്റെ ജീവിതം മൊത്തം കോഞ്ഞാട്ടയായ അവസ്ഥയാണ്, എനിക്കിത് തിരിച്ചു പിടിക്കേണ്ട എങ്ങനെയാണെന്ന് അറിയാത്തൊരവസ്ഥയാണ്, അവൾക്ക് എന്നോട് തീരെ ഒരു താല്പര്യമില്ലാത്ത രീതിയിലേക്ക് ഇപ്പം മാറി തീർന്നു എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ പല കാര്യങ്ങളും ആ ഒരു ബൗണ്ടറി ഇല്ല എന്നാണെങ്കിൽ അതൊരു എക്സ്ട്രീം രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നീട് അതിൽ നിന്നൊരു മടങ്ങി വരവ് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ തന്നെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക. പേഴ്സണൽ ബൗണ്ടറീസ് മറികടന്ന് ഇതിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടും സൂക്ഷിക്കുക എന്നുള്ളതാണ്. മറ്റൊന്നെന്ന് പറയുന്നത് ഇമോഷണൽ കണക്ഷനാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ, ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ വൈഫിന് താല്പര്യമില്ല എന്ന് പറഞ്ഞതിൽ മെയിനായിട്ട് ആ വൈഫിനോട് ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ തമ്മിൽ നന്നായിട്ട് അടി പിടിക്കാറുണ്ട്, നന്നായിട്ട് തല്ലുകൂടാറുണ്ട്. തല്ലുകൂടി ആൾ വീട്ടിൽ നിന്ന് അങ്ങ് പുറത്തിറങ്ങിപ്പോവും, ആളുടെ പരിപാടി എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരും. ഞാൻ ഈ വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത് ഡോക്ടറെ, എൻ്റെ മനസ്സിൽ നിന്ന് ഇത് എങ്ങനെയെങ്കിലും പുറത്ത് പോകും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ പറയും ഡോക്ടറെ. എന്നോട് നേരിട്ട് ചോദിച്ചതാണ്, ഞാൻ എന്താ ഡോക്ടറെ ചെയ്യേണ്ടത്? എൻ്റെ മൈൻഡിൽ നിന്ന് ഈ ഒരു ഇമോഷൻ പോകുന്നില്ല. എന്നിട്ട് പിന്നെ ആൾ എന്നോട് കെട്ടിപ്പിടിക്കാനോ ഉമ്മ വെക്കാനോ വരുമ്പോൾ ഞാൻ എന്ത് രീതിയിലാണ് ആളോട് പെരുമാറേണ്ടത്? എനിക്ക് വെറുപ്പല്ലേ വരുള്ളൂ, ഡോക്ടർക്കാണെങ്കിലും അങ്ങനെയല്ലേ വരുള്ളൂ എന്നുള്ളത്. അപ്പം നിങ്ങൾ തമ്മിൽ ഇമോഷണൽ കണക്ഷൻ പ്രോപ്പർ ആണോ അല്ലയോ എന്നുള്ളത് നിർബന്ധമായിട്ട് നോക്കുക എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പൊതുവെ സ്ത്രീകൾക്ക് നിങ്ങൾ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ 10 വർഷം മുന്നേ ചെയ്ത കാര്യങ്ങൾ കറക്റ്റായിട്ട് ഓർമ്മയുണ്ടാവും, ചെയ്യാത്ത കാര്യങ്ങൾ കറക്റ്റായിട്ട് ഓർമ്മയുണ്ടാവും, ചെയ്തത് ചിലപ്പോൾ അത്ര ഓർമ്മ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പം ഈ ഒരു കാര്യങ്ങൾ, അല്ലെങ്കിൽ മോശമായിട്ട് പെരുമാറിയത്, മോശമായിട്ടൊരു വാക്ക് നിങ്ങളെ കയ്യിൽ നിന്ന് അറിയാതെ വീണത് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അത് ഭർത്താവിനാണെങ്കിലും അങ്ങനെ തന്നെയാണ്, ഞാൻ ഭാര്യയുടെ ഭാഗം മാത്രം പറയല്ല, പക്ഷെ നിങ്ങളുടെ തമ്മിൽ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞ് സോൾവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താം. അതല്ലാത്ത രീതിയിൽ നിങ്ങൾ ഒരു പാതി അത് അത് സാഹചര്യം മൂലം അത് മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെ സോൾവായി പോയിക്കോളും എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ പോകെ അതിങ്ങനെ അടിഞ്ഞുകൂടി അവസാനം ഒരു മല പോലെ വലിയൊരു നെഗറ്റീവ് ഇമോഷനായിട്ടായിരിക്കും അത് ഉണ്ടാവുക. അപ്പം ആ ഒരു ഇമോഷനിൽ പിന്നീട് തിരിച്ചു വരാൻ കുറച്ച് ബുദ്ധിമുട്ടായി. ഈ പറഞ്ഞ പോലെ ഇതെൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല ഡോക്ടറെ, എന്നോട് ഒരുപാട് കാലമായിട്ടുള്ള പെരുമാറ്റം ഇങ്ങനെയാണ്, എനിക്കിത് മാറ്റിയെടുക്കാൻ കഴിയുന്നില്ല എൻ്റെ മൈൻഡിൽ നിന്ന്, അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പുള്ളിയോട് ഒരു താല്പര്യം ഇല്ലാത്തത് എന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിലൊന്ന് പറയാനുള്ളത്, നിങ്ങളുടെ ഹസ്ബൻഡിന് ചിലപ്പം എന്തെങ്കിലും രീതിയിലുള്ള രോഗങ്ങൾ ഉണ്ടായേക്കാം, ചിലപ്പോൾ അവർക്കൊരു ഇറക്ഷൻ പ്രോബ്ലം ഉണ്ടായേക്കാം. കല്യാണം കഴിഞ്ഞ ഉടനെയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും പുരുഷന്മാർ അവരുടെ ഫ്രണ്ട്സുമായിട്ട് നല്ല ഡിസ്കഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഞാൻ ഇത്ര ടൈം കളിച്ചു, ഞാൻ ഇത്ര ടൈം ബന്ധപ്പെട്ടു, ഇത്ര ടൈം നീ മെഡിസിൻ എടുത്താൽ കിട്ടും, അല്ലെങ്കിൽ ഇങ്ങനെ മെഡിസിൻ എടുക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി, ഇങ്ങനെയൊക്കെ കുടിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള അഡ്വൈസസ് പുരുഷന്മാർക്ക് കിട്ടാറുണ്ട്. പക്ഷെ അതൊരു ബെഡ്റൂമിലേക്ക് വരുമ്പം അതൊരു ആദ്യ രാത്രി അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടെൻഷൻ ഉണ്ട്. ആ ഒരു ടെൻഷനിൽ പലപ്പോഴും
പല രീതിയിലും ആളുകൾക്ക് ഉദ്ധാരണക്കുറവ് ഉണ്ടാകാറുണ്ട്. അത് ഭയങ്കരമായിട്ട് അവരുടെ കോൺഫിഡൻസിനെ ബാധിക്കുകയും, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു പേഷ്യൻ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഡോക്ടറെ എനിക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നുണ്ട്, എനിക്ക് 2 മാസമായി ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട്, പക്ഷേ എനിക്ക് ഉദ്ധാരണം വരുന്നില്ല, എനിക്ക് അവളോട് താല്പര്യമുണ്ട്, അവൾ നല്ല സുന്ദരിയാണ്, അവൾക്കും തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാവില്ല ഒരു പേടി, ഇനി ഈ മനുഷ്യൻ ഇങ്ങനെ ആയിപ്പോവോ, അവളുടെ ജീവിതം ഞാൻ എന്തിനാ വെറുതെ വേസ്റ്റ് ചെയ്യുന്നത്, ഞാൻ ഡൈവോഴ്സിന് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് എന്ന് പറഞ്ഞ് അത്രയും ആദിയിൽ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ അവർക്ക് ആ ഒരു ടെൻഷൻ കാരണം ഉണ്ടാകുന്നതാണ്. അപ്പം ഭാര്യമാർ ഇതിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇനിയിപ്പം ടെൻഷൻ അല്ലെങ്കിൽ പോലും അവർക്ക് ചിലപ്പോൾ ഏജിൻ്റെ രീതിയിൽ വരാം, അല്ലെങ്കിൽ പല രോഗങ്ങളാൽ ഇത്തരം പ്രശ്നങ്ങൾ വരാം, പ്രീമച്ചുവർ ഇജാക്കുലേഷൻസ് വരാം. ഇതിനൊക്കെ ഒരുപാട് രീതിയിലുള്ള എക്സസൈസസ് അവൈലബിൾ ആണ്, മരുന്നുകൾ അവൈലബിൾ ആണ്. ഇതൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ മാറാവുന്ന രോഗമേ അവർക്കുള്ളൂ. അപ്പം ഇതിന് നിങ്ങൾ മാനസികമായിട്ട് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ആദ്യം തന്നെ പറയാനുള്ളത്. അവിടെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു മൂർച്ചവാക്ക് അവരോട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലൈഫ് ലോങ് അതൊരു കറയാണ് നിങ്ങളുടെ ജീവിതത്തിൽ. അത് എങ്ങനെയാണെങ്കിലും, എങ്ങനെ തേച്ച് മായ്ച്ച് കളഞ്ഞാലും ആ ഒരു വേദന ആ ഒരു പാർട്ട്ണർ അവിടെ അനുഭവിക്കുന്നുണ്ടാവും. അതേപോലെ ഭർത്താക്കന്മാരോട് പറയാനുള്ളത്, നിങ്ങളുടെ വൈഫ് ഒരു പക്ഷേ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ ജോലികളും, നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ പേരൻസിനെയും നിങ്ങളെയും എല്ലാം പരിചരിച്ചിട്ടായിരിക്കും രാത്രി നിങ്ങളുടെ റൂമിൽ വരുന്നത്. സ്വാഭാവികമായിട്ടും ശാരീരിക ക്ഷീണം എന്ന് പറയുന്നത് അവിടെ ഉണ്ടാകും. ആ ഒരു ശാരീരിക ക്ഷീണം കാരണമാണ് പൊതുവെ സ്ത്രീകൾക്ക് താല്പര്യക്കുറവ് വരുന്നത്. മാത്രമല്ല, മറ്റൊന്നെന്ന് പറയുന്നത്, നിങ്ങൾ തമ്മിൽ സെക്ഷൽ ഫോർപ്ലേ എന്ന് പറയുന്നത് സെക്ഷൽ മാത്രമല്ല. ഫോർപ്ലേ എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾ ബെഡ്റൂമിൽ നിന്ന് തുടങ്ങേണ്ട ഒന്നല്ല. ഇത് നിങ്ങൾ തമ്മിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് കിട്ടുന്ന മൂമെൻറ്റ്സ് ആവാം, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നല്ല രീതിയിൽ സംസാരിക്കുന്നത്, പരസ്പരം കാര്യങ്ങൾ പറയുന്നത്, മനസ്സ് തുറക്കുന്നത് പോലും ഒരു ഫോർപ്ലേ ആണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഫോർപ്ലേ ആണ്. അല്ലെങ്കിൽ സെക്ഷൽ അല്ലാതെ നിങ്ങൾ ഒന്ന് തൊടുന്നത്, ഒന്ന് ഉമ്മ വെക്കുന്നത്, ഒന്ന് കെട്ടിപ്പിടിക്കുന്നതൊക്കെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആക്ച്വലി ഒരു സെക്ഷൽ ട്രിഗറാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും സ്ത്രീകൾ പറയാറുണ്ട്, ഡോക്ടർ ഞാനൊരു സെക്സ് ടോയ് ആണോ എന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം അങ്ങനെയല്ലാതെ ഒരിക്കലും എൻ്റെ ഹസ്ബൻഡ് എന്നെ തൊട്ടിട്ടില്ല, ബെഡ്റൂമിലല്ലാതെ ഒരിക്കലും എൻ്റെ ഹസ്ബൻഡ് എന്നെ തൊട്ടിട്ടില്ല. ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ടോ ഒന്ന് പുറത്തൊക്കെ പോകുമ്പോൾ എൻ്റെ കൈ പിടിച്ചിരുന്നെങ്കിൽ, എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ. ആ ഒരു രീതിയിലൊന്നും എൻ്റെ ഹസ്ബൻഡ് ഒരിക്കലും എന്നോട് സമീപിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പോകെ പോകെ എനിക്ക് ഇതിനോട് തന്നെ ഒരു മടുപ്പും വെറുപ്പും തോന്നുകയാണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ പലപ്പോഴും സ്ത്രീകളിൽ താല്പര്യക്കുറവിൻ്റെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഇമോഷണലാണ്. അതായത് അവർക്ക് ഈ പറഞ്ഞ പോലെ ഈ ഒരു ഇമോഷണൽ കണക്ഷൻ അവിടെ ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും അടികൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നേരെ സോൾവ് ചെയ്യാതെ ഈ ഒരു സെക്ഷൽ കണ്ടന്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു രീതിയിലും അത് നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള രീതിയിലേക്ക് അത് പോകില്ല. അപ്പം ഇങ്ങനെയൊക്കെ നോക്കിയിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു സെക്ഷൽ ലൈഫ് അല്ലെങ്കിൽ ലൈംഗിക ജീവിതം ആസ്വദിക്കാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫസ്റ്റ് വേണ്ടത് ഒരു സൈക്കോതെറാപ്പി അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് ആണ്. അതായത് നിങ്ങൾക്ക് തമ്മിൽ എന്തോ ഒരു ബാരിയർ അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് അവിടെ വന്നിട്ടുണ്ട്. അത് മാറ്റാതെ ഈ ഒരു ലൈംഗികതയിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കില്ല. അപ്പം അതിന് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ എന്തെങ്കിലും രോഗങ്ങളായിട്ട് ഇത് കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ്, ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.